ഇന്ത്യ സഖ്യം രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തിയെ അപമാനിക്കുന്ന പ്രസ്ഥാനമായി കോൺഗ്രസ് മാറി. കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണ്. രാജ്യത്തെ തകർക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിൽ ജനം ജാഗ്രത കാണിക്കണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഐസൻ ജോസ് ചേരുന്ന വിവരങ്ങളുമായി. ഐസൻ, ശക്തമായി ഇന്ത്യ മുന്നണിയെ വിമർശിച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ സഖ്യം രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, രാജ്യത്തിന് ആപത്താണ് എന്നൊരു പ്രസ്താവനയാണ്, പരാമർശമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ ഐസൻ? തീർച്ചയായും അനിൽ നമ്പ്യാർ, രാജ്യത്തെ തകർക്കുന്ന ഒരു നിലപാടാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത് എന്ന് തുടർച്ചയായി തന്റെ പ്രഭാഷണങ്ങളിലെല്ലാം തന്നെ, തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങളിലെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് പറയുന്നതിനെന്ന് യുക്തിപരമായ വിശദീകരണവും അദ്ദേഹം നൽകുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, അല്പസമയം മുമ്പാണ് ശക്തിയെ അപമാനിക്കുന്ന ഒരു പാർട്ടിയായി ഇന്ത്യ സഖ്യം മാറി, അല്ലെങ്കിൽ ആ മുന്നണി മാറി. ആ ഇന്ത്യ സഖ്യം ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, കോൺഗ്രസ് തങ്ങളുടെ രാഷ്ട്രീയം പ്രീണന രാഷ്ട്രീയത്തിന്റെ പുറകെയാണ്, പ്രീണന രാഷ്ട്രീയമാണ് കോൺഗ്രസിനെ നയിക്കുന്നതെന്നും പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറയുന്നുണ്ട്. മാത്രമല്ല, പ്രീണന രാഷ്ട്രീയത്തിന് വേണ്ടി എന്തെല്ലാം തരം താണ ഇടപാടുകൾ ചെയ്യാൻ സാധിക്കുമോ അവയെല്ലാം പ്രധാനമന്ത്രിയുടെ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുവെന്ന് പ്രധാനമന്ത്രി വളരെ കൃത്യമായി പറയുകയും ചെയ്യുന്നു. അതായത് SC/ST വിഭാഗങ്ങളുടെ സംവരണം മുസ്ലിം വിഭാഗങ്ങൾക്ക് നൽകുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. അതുപോലെ തന്നെ ഇൻഹെറിറ്റൻസ് ടാക്സ് പോലുള്ള സംവിധാനങ്ങൾ ഇന്ത്യ സഖ്യം രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ശക്തിയെ അപമാനിക്കുന്ന പ്രസ്ഥാനമായി കോൺഗ്രസ് മാറി. കോൺഗ്രസ് പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണ്. രാജ്യത്തെ തകർക്കുന്ന കോൺഗ്രസിന്റെ നിലപാടിൽ ജനം ജാഗ്രത പുലർത്തണമെന്നും പ്രധാനമന്ത്രി ആവശ്യപ്പെട്ടു. ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.